Hello everyone, welcome to Superstar Junior. Powered by Niruparaku, presented by Nandanam Sanitaries. Superstar Junior. Superstar Junior. So, let's welcome our judges. Vijay Cheta, Sujata Chechi, Stephen Cheta, Yes. And നമ്മുടെ ഫാമിലി ആയ Star സ്റ്റാർ Orchestra ഓർക്കസ്ട്ര. പുലികൾ. So, നമുക്ക് നമ്മുടെ കോമ്പറ്റീഷനിലേക്ക് കടക്കാം. കിടക്കാം, പക്ഷേ ഈ ഒരു എപ്പിസോഡ് ഒരു പ്രത്യേകത ഉണ്ട്. അതെ, നമുക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. വളരെ വലിയ ഹൈറ്റ് ഒക്കെ ഉള്ള ഒരാളാണ്. വലിയ ഹൈറ്റ് ഉള്ള ഒരാളാണ്. അഞ്ജലി പറയുമ്പോ തന്നെ അതിൽ പോയി വലിയ വൈറ്റൊക്കെ വലിയ ഹൈറ്റ് എന്ന് ഉദ്ദേശിച്ചാൽ ഞാൻ രജത്തിനെക്കാട്ടും ടോളർ ആയിട്ടുള്ള ഒരാളായിരിക്കും. സുരേഷ് ഗോപി സാറാണോ? സുരേഷ് ഗോപി ടോളർ ആണ്. എനിക്കറിയില്ലല്ലോ. ഇത് പല സ്ഥലത്ത്. ലെറ്റ്സ് കം ബാക്ക് ടു ദി പോയിന്റ്. അപ്പോൾ നമ്മുടെ ആ ഗസ്റ്റിനെ നമുക്ക് എന്തായാലും വിളിക്കാം. സോ ലെറ്റ്സ് വെൽക്കം അന്നക്കുട്ടി. ഓടി വരൂ. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ്. ഈ ആൻകുട്ടിയാണ് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ്. ഈ ആൻകുട്ടി എവിടുന്ന് വന്നു? ആലപ്പുഴന്ന്. ആണാ? ശോ, കൊള്ളാലോ. തനിച്ചാ വന്ന ആലപ്പുഴന്ന്? എൻ്റെ അമ്മയും പപ്പായും മേമയും. മേമയുണ്ടോ? സുജാത ചേച്ചിക്ക് ഓർമ്മയുണ്ടോ അയാളെ? നമ്മൾ ഓഡിഷൻസില് ആ ഡാൻസ് ചെയ്തല്ലേ? പാട്ട് പഠിക്കുന്നുണ്ടോ മോളെ? പഠിക്കുന്നുണ്ട്. എത്ര നാളായി പഠിക്കണ്ട്? ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഈ ചേച്ചി ഒരു പാട്ട് പാടും, ഒരു ഡാൻസ് ചെയ്യാമോ? എന്റെ അടുത്ത് നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ, എന്റെ ദുരിതമെല്ലാം അവൻ എടുക്കും, പൊരുകമുള്ളവരെ അവനണിയുന്നു മുൾമുടി, അവൻ പകരുന്നു പുഞ്ചിരി. എത്ര ചോക്ലേറ്റ് വേണം മോൾക്ക്? ഒരെണ്ണം. ഒന്ന് മതിയാ? ഡാൻസ് ഒക്കെ ഒന്നുകൂടി കളിക്കോ? കളിക്കില്ലേ? അപ്പൊ റെഡി ആയിട്ടാ വന്നത്? എല്ലാം ഇവിടെ റെഡി ഈ ആയിട്ടല്ലോ. പൂവാര വെച്ചെന്ന് അമ്മ. അമ്മ. വെരി അമ്മ ഇവിടെ ആകെ റെഡി ആയിട്ടിരിക്കുക. നമുക്ക് വേണ്ടി ഒരു ചെറിയ പാട്ട്. ഒരു പാട്ട് പാടുവോ? ഇവിടെ വരെ വന്നല്ലേ, ചേച്ചിമാർക്കും ചേട്ടന്മാർക്കൊക്കെ വേണ്ടി, എല്ലാവർക്കും വേണ്ടി. ഇവരുടെ ഇവരുടെ ഒക്കെ പ്രോഗ്രാം കാണാറുണ്ടോ? കാണാറുണ്ടോ? ഇഷ്ടാണോ? അപ്പൊ നല്ലൊരു പാട്ട് പാടി തരുമോ? റെഡി? എല്ലാരും കൈയടിക്കൂ. തമ്പ്രാട്ടൊടുത്തത് മലരമ്പ്, തമ്പ്രാട്ടി പിടിച്ചത് പൂങ്കൊമ്പ്, ദാഹിച്ച് മോഹിച്ച് തപസിരുന്ന തമ്പ്രാട്ടി പിടിച്ചത് പൂങ്കൊമ്പ്, തമ്പ്രാട്ടൊടുത്തത് മലരമ്പ്, തമ്പ്രാട്ടി പിടിച്ചത്
തകർത്തുടാ. ശ്ശോ, ചേച്ചി, സൂപ്പറായി. എല്ലാരും വാവേ ഈ പാട്ട് പാടുന്ന കേട്ടിട്ട് ചെറിയൊരു ഡാൻസിന്റെ ഒരു ചൊവ കാണുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഇളകിയൊക്കെ കളിക്കുമ്പോ പാടുമ്പോ. അപ്പൊ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ നല്ല ഡാൻസേഴ്സ് ഉണ്ട്. അപ്പൊ ഇപ്പൊ ഇവിടെ ഇരുന്നോ, ഇവിടെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ പാടിയിട്ട് ലാസ്റ്റിൽ ഒരു ഡാൻസും കൂടെ കളിച്ചങ്ങോട്ട് തീർത്ത് വിട്ടാലോ? അതിനു മുമ്പ് ഉറങ്ങോ? എവിടെ സുജാ ചേച്ചി ഒന്ന് കമന്റ്സ് അബൌട്ട് ഹർ സിംഗിങ് ആൻഡ് ബാക്ക് ഓൺ ദ ഷോ. മോളെ അന്ന് കണ്ടതിന് ശേഷം കുറച്ച് പൊക്കം വെച്ചോ? കുറച്ച് വലുതായി, സാരി ഉടുക്കായിരുന്നു. വലിയ കുട്ടിയായി, സാരി ഉടുക്കായിരുന്നു. അടുത്ത് സാരി ഇഷ്ടല്ല. ഓ സാരി ഇഷ്ടല്ല, സോറി. അതുകൊണ്ടാണ് ഈ ഡ്രസ്സാണ് ഭംഗി അല്ലടാ, ഭയങ്കര ക്യൂട്ടാണ്. ഇത് ആരാ പാട്ട് പഠിപ്പിച്ചെന്ന് ലിറിക്സ് ഒക്കെ പറഞ്ഞു തന്നാരാ? എൻ്റെ അമ്മയും മേമയാണ്. അമ്മയും മേമ്മ അല്ലേ? നന്നായി പാടിട്ടോ. അതാ എനിക്ക് ഏറ്റവും ഇഷ്ടം. ആദ്യത്തെ 3 അത് ഒരു പ്രാവശ്യം കൂടി റിപ്പീറ്റ്. ഒന്ന് ആ ചിരി മാത്രം ഇങ്ങനെ. ഓക്കെ മോളെ ചെല്ല്, ഇനിയും കാണാം. ചേച്ചിമാരെയും ചേട്ടന്മാരെയും കൂടെ പോയിരുന്നോളൂ കേട്ടോ. അതെ. Let's start our episode by calling our first contestant, Ritu. Guess work നടന്നുകൊണ്ടിരിക്കുകയാണോ രജത്? അല്ല, ഇത് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഗെറ്റപ്പ് ആണ്. അതെ, ഫ്രീക്ക് ആയല്ലോ. താങ്ക് യു. എന്താണ് ഉദ്ദേശം? ഹെയർ ഒക്കെ കണ്ടോ? അതാ ഞാൻ പറയാം, മൊത്തത്തിൽ ഒരു ഫുൾ ഫ്രീക്ക് ഗെറ്റപ്പിലാണ്. എന്തായാലും നമുക്ക് പാട്ട് നോക്കാം അല്ലേ? നോക്കാം. അപ്പൊ റൗണ്ട്സ് നോക്കാം. ഓക്കെ, സോ റൗണ്ട്സ് പ്ലീസ്. ഏത് റൗണ്ടാ മോനെ? ഫ്രഷ് ഹിറ്റ്സ്. ഫ്രഷ് ഹിറ്റ്സ്. ഫ്രഷ് ഹിറ്റ്സ് റൗണ്ടിൽ ഓക്കെ, ഈ ഫ്രീക്ക് സോങ് ഏതാണ് കേക്കട്ടെ? യെസ്, ഫാൻ എന്ന ഫിലിമിലെ ആ ജബ്ര. ഓക്കെ, സോ വെരി ലേറ്റസ്റ്റ് ഷാറുഖ് ഖാൻ മൂവിയിലെ പാട്ടാണ് അല്ലേ? ഷാറുഖ് ഖാൻ ആണോ ഏറ്റവും ഫേവറേറ്റ്? മൂവി കണ്ടോ? തന്നെ കണ്ടു. അപ്പൊ എന്നാ പിന്നെ ഷാറുഖ് ഖാനെ പോലെ തന്നെ അങ്ങോട്ട് തകർക്കൂ. അതെ, തകർക്കൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. कोई तेरे जो बारे में बोले पूरा तेरा यार है, मुझको पुकार है, अजाने सारी कॉलोनी में तेरे लिए इंसान हो गया। मैं तेरा हायर जबर फैन हो गई, मैं तेरा हायर जबर फैन हो गया। वो तुझे देख देख दिल में डंडडान हो गए, मैं तेरा हायर जबर फैन हो
वाईफाई कनेक्शन टूटा तेरे तक मैं आती है लाइन तार कापी है कोई कितना भी रोका मैं तू नार का तू है जो जो कहा मैंने टिप टॉप पिया कभी जेब में रखा कभी दिल के किया तेरी आंखों की कर में तू सर से तेरे तक फैन हो गया मैं तेरा दिल ओ तेरा हाँ ओ तेरा फैन हो गया मैं तेरा हाय रे जबर फैन हो गए वो तुझे देख देख दिल में डंडनान हो गया मैं तेरा हाय रे जबर फैन हो गया കൃഷ്ണ ഡാൻസ് കഴിഞ്ഞു തകർത്തിരിക്കുന്നു ഇനി ഗ്ലാസ് കൊണ്ട് ഊരിയ അടിപൊളിയായിരുന്നു. അടിപൊളി ഡാൻസ് മൊമെന്റ്സ് ആയിരുന്നു. രജത്തൊക്കെ ഞെട്ടി. ഋതു ഞാനൊക്കെ ഞെട്ടി. കാരണം ഇടയിൽ കൂടെ ഇങ്ങനെ ഇതൊക്കെ കയറി ചെറിയൊരു മൂൺ വാക്ക് ലെവലിലൊക്കെ എത്തി. എന്താണ് ഡാൻസ് ഒക്കെ പഠിച്ച് തകർക്കാണല്ലോ. ഓക്കെ ശരി. അപ്പൊ നമുക്ക് എന്തായാലും ലേറ്റസ്റ്റ് ഫ്രഷ് ഹിറ്റിനെ കുറിച്ച് തന്നെ നമുക്ക് ചോദിക്കാം. കമന്റ്സ് ഒക്കെ അറിയാം. യെസ്, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് സ്റ്റീഫൻ ചേട്ടാ. യെസ് ഋതുകൃഷ്ണ, എന്തോ ഞാൻ വെയിറ്റ് ചെയ്യാണ് ഒരു കമന്റ് പറയാൻ വേണ്ടിയിട്ട്. നല്ല പൊരിച്ച് വറുത്തെടുത്തു നീ. താങ്ക് യു ഏട്ടാ. നല്ല ആ ഒരു സിംഗിങ്, അതേപോലെ ഒരു എലഗൻറ്റ് കൊറിയോഗ്രാഫി നന്നായി നീ ചെയ്തു, ഡീസൻ്റ് ആയിട്ട് ചെയ്തു. പാട്ടിൽ ചെറിയ ചെറിയ കുറവുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ യു പെർഫോംഡ് വെൽ. ഇതൊക്കെ നിനക്കൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. നീ എന്നൊരു പാട്ടുകാരനിൽ എനിക്ക് ഐ ഹാവ് സോ മച്ച് ഓഫ് ഒരു വിഷൻ വരുന്നുണ്ട്. നിൻ്റെ ഒരു നല്ല സൗണ്ട് വരാനും നിൻ്റെ ലുക്കും അറ്റയറൊക്കെ നല്ലൊരു സിംഗർ, ഒരു നല്ലൊരു പെർഫെക്റ്റ് ജൂനിയറാണ് നീ. അതൊരു പെർഫെക്റ്റ് സീനിയറും കൂടെ ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നീ തുടങ്ങുക. അതിൽ നന്നായിട്ട് നീ ചെയ്യുന്നുണ്ട്. യു ആർ വർക്കിംഗ് വെരി വെൽ. നിൻ്റെ പിച്ചിങ്ങും എല്ലാം നല്ല നല്ല കറക്റ്റ് ഹിറ്റായിരുന്നു. പിന്നെ ഹിറ്റാവുന്നുണ്ട് പിച്ചിൽ. പിന്നെ നിൻ്റെ ത്രോ നല്ല ത്രോ ആണ്. സാധാരണ ആൾക്കാർക്ക് അങ്ങനത്തെ സോങ് പാടുമ്പോൾ ഒരു ത്രോ ഉണ്ടാവില്ല, പക്ഷെ അത് നിനക്ക് നല്ല ത്രോ ചെയ്യാനുള്ള ഒരു ദൈവഭാഗ്യമാണ്. ഇറ്റ്സ് എ ബ്ലെസ്സിങ്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു ചേട്ടാ. നന്നായി. ഐ ലൈക്ക് വാട്ട് യു ഡിഡ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി. ഋതു, ചേച്ചി എനിക്കിപ്പോൾ സംശയം നമ്മുടെ പിള്ളേരൊക്കെ പാട്ട് മാറി ഡാൻസിലേക്ക് ഡാൻസേഴ്സ് ആവുമെന്നാണ്. ഋതു, അമല്, ക്രിസ്റ്റി ആദ്യമേ പക്ഷെ ഡാൻസ് ചെയ്തിരുന്നു. എല്ലാവരും ഭയങ്കര ഉഗ്രൻ ഡാൻസേഴ്സ് ഇപ്പോൾ. ആ അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ മനസ്സിലായി, ആൺപിള്ളേർ ഡാൻസ് ചെയ്യും, പെൺപിള്ളേർ പാടും. അതുകൊണ്ട് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങൾക്ക് എന്തായാലും നല്ല ടഫ് ജോബ് ആണെന്നുള്ളത്. അതെ, ഗേൾസ് വിട്ടുകൊടുക്കരുത്. ഇല്ലല്ലോ, അതെ ഭാവന ഇന്നലെ കുറെ മുദ്രയൊക്കെ ഇറക്കിയിട്ടാണ് അവിടെ പോയത്. അതുകൊണ്ട് പിന്നെ ഏതായാലും കാലക്കി. താങ്ക് യു ചേച്ചി. ഈ പാട്ട് നല്ല ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉള്ള പാട്ടാണ്, പക്ഷെ നീ നല്ലോണം ലിഫ്റ്റ് ചെയ്തു പാട്ടിനെ. താങ്ക് യു ചേച്ചി. ഉഗ്രനായിരുന്നു. താങ്ക് യു ചേച്ചി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. വിജയ് ചേട്ടാ. സത്യം ഇപ്പൊ ലാസ്റ്റ് സുജാത ചേച്ചി പറഞ്ഞ കമന്റാണ് ബെസ്റ്റ് കമന്റ്. ഈ പാട്ട് നീ ഇന്ന് ശരിക്കും അത്രയും അസലായിട്ട് പാടിയത് കൊണ്ടാണ് അതിവിടെ നിന്നത്. ആൻഡ് കൊറിയോഗ്രാഫി വാസ് സൂപ്പർ. പാട്ടിന്റെ ഒരു റിതമൊക്കെ നല്ല രസമാണ്. നല്ല ഗ്രൂവ്. അവർ നന്നായിട്ട് കളിച്ചു, നിന്നെയും അതുപോലെ പഠിപ്പിച്ചു നന്നായിട്ട്. പക്ഷേ അതിനൊക്കെ മുകളിൽ ഇതൊരു സിംഗിങ് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് നീ നന്നായിട്ട് പാടിയില്ലായിരുന്നെങ്കിൽ കമൻറ്റ് വേറെ മതിയായിരുന്നു. സോ നീ അത്രയും നന്നായിട്ട് പാടി. ആൻഡ് ദ ത്രോ സ്റ്റീഫൻ പറഞ്ഞ പോലെ നിൻ്റെ വോയിസിൽ ഞങ്ങൾ മറ്റേ സൗണ്ട് ചെക്കിൻ്റെ സമയത്ത് തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കിയെന്നാണ്. എന്ന് വെച്ചാൽ നല്ല ഒരു ത്രോ ആയിരുന്നു. പെർഫെക്റ്റ് സോങ്, നിൻ്റെ ടോണിന് പറ്റിയൊരു സോങ്ങും കൂടി. താങ്ക് യു ചേട്ടാ. ഓർ ദി അതർ വേ റൗണ്ടും പറയാം. അതായത് നീ ആ സോങ്ങിനെ നന്നായിട്ട് നിൻ്റെ രീതിയിൽ അത് കൊണ്ടുവന്നു. സോ വെൽ ഡൺ, റിയലി ഡൺ, സൂപ്പർ. എനിക്ക് ഒരു ഇത് തോന്നിയത്, ഇപ്പോഴും നിനക്കൊരു ചെറിയ മുഖത്തൊരു ഇൻഹിബിഷൻ ഉണ്ട്, ചെറിയൊരു അത് ഇവനും മറ്റേ അമൽ റോയ്ക്കൊക്കെ ഉള്ളതാണ്. അത് ചളിപ്പാണ്. അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്നുള്ളത് ചളിപ്പ്. ആ ഒരു ഇതങ്ങോട്ട് മാറ്റി കുറച്ചും കൂടെ. ആ കണ്ണാടി വെക്കുന്ന അതുകൊണ്ടാണ് അവര്, അല്ലാണ്ട് സ്റ്റൈലിനല്ല. സാധാരണ നമ്മളൊക്കെ സ്റ്റൈലിന് കണ്ണാടി വെക്കണം. ഇത് അതിനല്ല, ഇവരുടെ കണ്ണിലുള്ള ആ ചളിപ്പ് കാണാണ്ടിരിക്കാനാണ് ഈ കണ്ണാടി വെക്കുന്നത്. അപ്പൊ നീ ഫുൾ ടൈം കണ്ണാടി വെച്ച് നടക്കണേ. അപ്പൊ അത് കുറച്ച് നീ ഒന്ന് റെഡിയാക്ക്. അതും കൂടെ നോക്കിയാൽ പിന്നെ ഒന്നും പറയാനില്ല.
താങ്ക് യു നിങ്ങൾ നന്നായി ചെയ്താൽ മതി, എപ്പോഴും നന്നായി വന്നോളൂ. താങ്ക് യു ചേട്ടാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. So, സോ നമുക്ക് നമുക്ക് ഋതുവിന്റെ ഈ സോങ്ങിന്റെ മാർക്സും കൂടി അറിയാം. യെസ്, സോ മാർക്ക് അറിയാം. വിജയ് ചേട്ടാ, फॉलो करो ट्विटर पे टैग करो ഋതുവിന് ചെറിയ പേടിയുണ്ട്, അതുകൊണ്ട് we are expecting good marks. Oh yes, 8.5. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി, फॉलो करो ट्विटर पे टैग करो फेसबुक पे तेरे क्यूज में गूगल 8.5. താങ്ക് യു ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ, है मींड में तू दिखता है तेरे मैडनेस मुझे बीट कर दिया तू है सोने की बोतल मैं बनता तेरा 8.5. So 25.5. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഹാപ്പിയാണ്. മതി. അപ്പോൾ ഒരു കാര്യം കൂടി ചെയ്യാം. നമുക്ക് എന്തായാലും പോകുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും നമ്മുടെ ജഡ്ജസിന്റെ ഒക്കെ കേട്ടു, നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. നമുക്ക് അവർ മോളോടും കൂടി ചോദിക്കാം. മോൾക്കൊന്ന്, നമ്മുടെ അന്നക്കുട്ടി. അതെ, അന്നക്കുട്ടി, എങ്ങനെയുണ്ടായിരുന്നു ചേട്ടന്റെ പാട്ട്? സൂപ്പർ ആയിരുന്നു. സൂപ്പർ ആയിരുന്നു. അപ്പൊ എന്തായാലും ഇതേപോലെ തന്നെ അപ്പൊ എല്ലാ പെർഫോമൻസും നമുക്ക് അടിപൊളിയായിട്ട് വരാം. ഓക്കെ Okay. ഓക്കെ, താങ്ക് യു അന്നക്കുട്ടി. Thank you. അപ്പൊ ഓക്കെ, താങ്ക് യു. All the best. ഒരു താഴ്വരയിൽ ജനിച്ചു നമ്മൾ, ഒരു പൂന്തണലിൽ വളർന്നു, പൂനിലവലക്കിയ പുളിയിലക്കരയുള്ള പുടവയുടുത്തു നടന്നു നമ്മൾ. ഉഗ്രനായിട്ട് പാടി. എക്സ്പ്രഷൻ ഭയങ്കര രസമായിരുന്നു. പൂന്തേനരുവി, പൊന്മുടിപ്പുഴയുടെ അനുജത്തി, നമുക്കൊരേ ഓവറോൾ വെച്ച് നോക്കുകയാണെങ്കിൽ ആ പാട്ടിൽ ഒറിജിനലി എങ്ങനെ ഒരു ഇമോഷൻ ഉണ്ടോ, ഫീൽ ഉണ്ടോ, അത് ശരിക്കും ശിവാനി പ്രസന്റ് ചെയ്തു. പഞ്ചവർണ്ണ തത്ത പോലെ കുഞ്ചി വന്ന പെണ്ണെ പഞ്ചസാര വാക്കുകൊണ്ട് നെഞ്ചു തളരണ പൊന്നെ പഞ്ചവർണ്ണ തത്ത പോലെ കുഞ്ചി വന്ന പെണ്ണെ ഓ കുഞ്ചി വന്ന പെണ്ണെ अरे वाह, क्या बात है. താങ്ക് യു ചേട്ടാ. ഓട്ട കണ്ണിട്ട് ഒളിച്ച് കളിക്കണ ഓമന കുയിലാണേ ഓട്ട കണ്ണിട്ട് ഒളിച്ച് കളിക്കണ ഓമന കുയിലാണേ നോട്ടമെറിഞ്ഞെന്റെ കൽബു കെട്ടിയ കോട്ട പൊളിക്കരുതേ. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ, Powered by നിറബറ. നമുക്ക് വിളിക്കാം നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റ് ശിവാനി. ശിവാനി. ഓടി വരൂ. നമ്മളെ വീഴ്ത്താൻ വേണ്ടി എന്ത് രജത് പാവക്കുട്ടി. ആര് വീഴാൻ? ശിവാനി. ശിവാനി അങ്ങനെ വീഴില്ല, എന്നാലും ആരാള് നമുക്ക് അറിഞ്ഞൂടെ? സുന്ദരിക്കുട്ടി, നമുക്ക് പാട്ട് ചെയ്താ പാടേന്നൊക്കെ അറിയണ്ടേ? നമുക്ക് റൗണ്ട്സ് നോക്കാം. ഓക്കെ ഓക്കെ, സോ റൗണ്ട്സ്. ഏത് റൗണ്ടാ? എവർഗ്രീൻ സോങ്സ്. അപ്പൊ ശിവാനി കുട്ടി, ചേട്ടാ, ഏത് എവർഗ്രീൻ സോങ് ആണ് മോള് പാടാൻ പോകുന്നത്? ഞാൻ പൂന്തേനരുവി, പൂന്തേൻ അരുവി. അത് ഏത് സിനിമയിലാന്നറിയോ? ഒരു പെണ്ണിന്റെ കഥ. ആഹാ, അത് ശരി. ഓക്കെ, ആരാണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ അറിയോ മോൾക്ക്? ദേവരാജൻസ്. ഓക്കെ, ആരാണ് ഇതിന്റെ ലിറിക്സ് അറിയോ മോൾക്ക്? വയലാർസ്. വയലാർ സർ. ആരാണ് പാടിയിരിക്കുന്നത്? സുശീലാമ്മ. ഓ, അപ്പൊ എല്ലാം അറിയാം. എല്ലാം നല്ല അറിയാം. സോ കുട്ടിയാണ്. ഡെഫിനറ്റ്ലി എന്താ പറയാ, ഇത്രയും പേരുകൾ കേൾക്കുമ്പോൾ തന്നെ തരാം നമുക്കറിയാം വയലാർ ദേവരാജൻ സാറിന്റെ പി സുശീലാമ്മ പാടിയിട്ടുള്ള വളരെ മെലോഡിയസ് ആയിട്ടുള്ള ഒരു എവർഗ്രീൻ സോങ് തന്നെയാണ് മോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. നന്നായി പാടണേ. പിന്നെ ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാം, ഈ സിനിമ അല്ലേ, ഈ സിനിമയുടെ പേരെന്താ പറഞ്ഞേ? ഒരു പെണ്ണിന്റെ കഥ. ഒരു പെണ്ണിന്റെ കഥ. ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ സിനിമയാണ് ശരിക്കും മലയാള സിനിമയിൽ ആദ്യമായിട്ട് വിഷ്വലി ടെക്നീഷ്യൻസിനെ കാണിച്ചു തുടങ്ങിയ സിനിമ ഇതാണ്. കെ എസ് സേതുമാൻ സാറാണ് ഇതിന്റെ ഡയറക്ടർ. ടൈറ്റിൽസ് ഒക്കെ ഓക്കെ, ഒരു ഇൻഫർമേഷൻ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Yes, all the best. പൂന്തേനരുവി, പൊന്മുടിപ്പുഴയുടെ അനുജത്തി, നമുക്കൊരേ പ്രായം, നമുക്കൊരേ മോഹം, നമുക്കൊരേ
നമുക്കൊരേ മോഹം നമുക്കൊരേ ദാഹം പൂന്തേനരുവേ ഒരു താഴ്വരയിൽ ജനിച്ചു നമ്മൾ ഒരു പൂന്തണലിൽ വളർന്നു ഒരു താഴ്വരയിൽ ജനിച്ചു നമ്മൾ ഒരു പൂന്തണലിൽ വളർന്നു പൂനിലവലക്കിയ പുളിയിലക്കരയുള്ള പുടവയുടുത്തു നടന്നു നമ്മൾ പൂക്കളിറുത്തു നടന്നു ഓർമ്മകൾ മരിക്കുമോ ഓളങ്ങൾ നിലയ്ക്കുമോ ആഹാ 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 ഓഹോ 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 പൂന്തേനരുവേ പൊന്മുടിപ്പുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രായം നമുക്കൊരേ മോഹം നമുക്കൊരേ ദാഹം പൂന്തേനരുവേ മടിയിൽ പളുങ്കുകിലുങ്ങി നീല മിഴികളിൽ കനവു തിളങ്ങി മടിയിൽ പളുങ്കുകിലുങ്ങി നീല മിഴികളിൽ കനവു തിളങ്ങി കാമിനി മണിമാറിൽ പുളകങ്ങൾ ഉണർത്തുന്ന കഥകൾ പറഞ്ഞു മയങ്ങി നമ്മൾ കവിതകൾ പാടി മയങ്ങി ഓർമ്മകൾ മരിക്കുമോ ഓളങ്ങൾ നിലയ്ക്കുമോ ആഹാ 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 ഓഹോ 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 പൂന്തേനരുവേ പൊന്മുടിപ്പുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രായം നമുക്കൊരേ മോഹം നമുക്കൊരേ ദാഹം പൂന്തേനരുവേ ഉഗ്രനായിട്ട് പാടി. എക്സ്പ്രഷൻ വൈസ് ഭയങ്കര രസമായിരുന്നു. ഞാനീ വിജയൻ ചേട്ടനെ ചേട്ടാന്നാ വിളിക്കുക പിന്നെ അല്ലാണ്ട് അങ്കിൾ എന്ന് വിളിക്കണം. വേണ്ട, ഇവിടെ ആന്റി ആണെങ്കിൽ ഞാൻ ചേട്ടനാണ്, നീ അമ്മാവനും. ഓട്ടക്കണ്ണിട്ട് ഒളിച്ച് കളിക്കണോ മനകുയിലാണ് ഓട്ടക്കണ്ണിട്ട് ഒളിച്ച് കളിക്കണോ മനകുയിലാണ് നോട്ടമെറിഞ്ഞെന്റെ കൽബു കെട്ടിയ കോട്ട പൊളിക്കരുതേ. ശരിക്കും പൊരിച്ചു. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണെ പഞ്ചസാര വാക്കുകൊണ്ട്
ക്യാ ബാത് ഹൈ. താങ്ക് യു ചേട്ടാ. കരളേ കരളിന്റെ കരളേ എന്നോടൊന്നു ചിരിക്കൂ കിളിയേ മാനസ കിളിയേ വെറുതെ നിന്നു കിടുങ്ങ ശിവാനി കുട്ടി. ചേട്ടാ ഉഫ്, ഭയങ്കര സ്വീറ്റ് ആയിരുന്നു കേൾക്കാൻ. താങ്ക് യു. നല്ല സ്വീറ്റും ഭയങ്കര നമ്മളിങ്ങനെ രസമായിരുന്നു. എന്തരാ മയക്കി അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ഇത് പാടിയിട്ടുള്ള സുശീലാമ്മയുടെ എന്തരാ ഐഡലായിട്ട് കാണുന്ന സുജാത സുജാത ചേച്ചിയുടെ ചേച്ചിയുടെ കയ്യിൽ അടുത്ത് തുടങ്ങാം. ചോദിക്കാം. യെസ് ചേച്ചി. ശിവാനിക്കുട്ടി ആൻറ്റി ഉഗ്രനായിട്ട് പാടി. താങ്ക് യു ആൻറ്റി. എക്സ്പ്രഷൻ വൈസ് ഭയങ്കര രസമായിരുന്നു. ശിവാനിക്ക് ചെറിയൊരു തൊണ്ടയടപ്പുണ്ടോ? ഇതെന്തുകൊണ്ടാ പറ്റിയേ? പക്ഷെ അത് പാട്ടിനെ എഫക്ട് ചെയ്തിട്ടില്ല, ഞാൻ വെറുതെ ചോദിച്ചതാണ്. പക്ഷെ തൊണ്ട എനിക്ക് ചെവിയിൽ ഞങ്ങൾ ഹെഡ്ഫോൺസ് വെച്ചോണ്ട് കുറച്ച് സ്ക്രാച്ച് ആയിട്ട് കേൾക്കായിരുന്നു. പൂന്തിനൊരു അവിടെയൊക്കെ ചില ആദ്യം ഇങ്ങനെ തുടങ്ങിയപ്പോഴൊക്കെ ആ ഞാൻ പിന്നെ ചില സ്ഥലത്തൊക്കെ എത്തുന്നില്ല അങ്ങോട്ട്. ആന്ന് എന്തുകൊണ്ടാ? പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമായി. താങ്ക് യു ആൻറ്റി. കാരണം ആ പാട്ടിന്റെ ഭാവം എന്തുണ്ടായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നു മോള് പാടി. താങ്ക് യു ആൻറ്റി. താങ്ക് യു ചേച്ചി. വിജയ് ചേട്ടാ? എന്നാ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു ചേട്ടാ. അപ്പോ ശിവാനി ചേട്ടാ ആ തൊണ്ട ശിവാനി വിജയൻ ചേട്ടനെ ചേട്ടാന്നാ വിളിക്കുക, പിന്നെ അല്ലാണ്ട് അങ്കിൾ എന്ന് വിളിക്കണം. വേണ്ട, ഇവിടെ ആൻറ്റി ആണെങ്കിൽ ഞാൻ ചേട്ടനാണ്, നീ അമ്മാവനും. ഓ കേട്ടു. വെൽ കൺട്രോൾ. വെരി മച്ച്. ശിവാനി അപ്പോൾ നന്നായിരുന്നു കേട്ടോ. പക്ഷെ അടുത്ത പ്രാവശ്യം നീ തൊണ്ട അടയാണ്ട് വന്ന് പാടണേ. താങ്ക് യു ചേട്ടാ. താങ്ക് യു. താങ്ക് യു. സ്റ്റീഫൻ ചേട്ടാ. ശിവാനി എനിക്കും ഇഷ്ടമായി പാട്ട് കേട്ടോ. താങ്ക് യു ചേട്ടാ. ഈ പറഞ്ഞ അതിൽ ഈ തൊണ്ടയുടെ അടവും പിന്നെ ചില സ്ഥലത്തുനിന്ന് എത്താത്തൊരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ ഓവറോൾ വെച്ച് നോക്കുകയാണെങ്കിൽ ആ പാട്ടിൽ ഒറിജിനലി എങ്ങനെ ഒരു ഇമോഷൻ ഉണ്ടോ ഫീൽ ഉണ്ടോ അത് ശരിക്കും ശിവാനി പ്രസൻറ്റ് ചെയ്തു കേട്ടോ. അപ്പം അത് കീപ് ഇറ്റ് അപ്പ്. അത് നാച്ചുറലാണ് ശിവാനിക്ക്, അതൊന്നും ആരും പറഞ്ഞു തന്നല്ല, അതൊക്കെ തന്നെ ദൈവം തന്നിട്ടുള്ളൊരു ഗിഫ്റ്റാണ്. അപ്പോൾ അതൊക്കെ കൂട്ടി പാട്ടിൻ്റെ പെർഫെക്ഷൻ കൂട്ടുക. ഓക്കെ, ടാറ്റാ. താങ്ക് യു. സോ നമുക്ക് ഈ മാർക്കിലേക്ക് കിടക്കാം. ശിവാനിക്കുട്ടിയുടെ ഈ പാട്ടിനുള്ള മാർക്സ്. ഓക്കെ, സോ ഫസ്റ്റ് സുജാത ചേച്ചി. പൊന്മുടി പുഴയുടെ അനുജത്തി 8.5. താങ്ക് യു ചേച്ചി. വിജയ് ചേട്ടാ? നമുക്കൊരേ മോഹം നമുക്കൊരേ ദാഹം പൂന്തേനരുവേ. താങ്ക് യു ചേട്ടാ. സ്റ്റീഫൻ ചേട്ടാ? നമുക്കൊരേ പ്രായം നമുക്കൊരേ. 8.5. താങ്ക് യു. 25 മാർക്സ്. നല്ലല്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പി. അപ്പൊ നമുക്ക് നമുക്ക് ഒരാളോട് കാര്യം കൂടി ചോദിക്കാം. അതെ. ആ, അന്നക്കുട്ടി. അന്നക്കുട്ടി എങ്ങനെയുണ്ടായിരുന്നു ശിവാനി കുട്ടിയുടെ? മോൾക്ക് ഇഷ്ടമായോ? ചേച്ചി നന്നായി പാടി. ഓക്കെ, താങ്ക് യു മോളു. അപ്പൊ ശിവാനിക്കുട്ടി ഇനിയും കുറെ നല്ല പാട്ടുമായിട്ട് വരൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോളെ. സോ ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് കണ്ടസ്റ്റന്റിനെ നമുക്ക് വെൽക്കം ചെയ്യാം. ഋതിക. ഇത് ഞാൻ മറ്റേ നമ്മുടെ 2 ദിവസം മുമ്പ് ശ്രീലക്ഷ്മിയുടെ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ഫ്ലോർ ഒക്കെ ക്ലീൻ ആക്കി വന്നിട്ടുണ്ട്. പക്ഷെ വളരെ സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു. ഭയങ്കര സുന്ദരി കുട്ടിയായിരുന്നു. ഋതിക കുട്ടി ഓൾറെഡി സുന്ദരി കുട്ടി. അതെ ആണല്ലോ. അപ്പൊ നമുക്ക് വേഗം പാട്ടിലേക്ക് കിടക്കാം. കിടക്കാം. ഓക്കെ, റൗണ്ട്സ് നോക്കാം. സോ റൗണ്ട്സ് പ്ലീസ്. ഏത് റൗണ്ടാ മോളെ ചൂസ് ചെയ്യണേ? കോമിക് റൗണ്ട്. ഓക്കെ, കോമഡി സംഭവമാണ്. യെസ്. So, സോ കോമിക് ഏത് റൗണ്ടിൽ പാട്ടാണ്? ഏത് പാട്ടാണ് നമ്മൾ പാടാൻ പോകുന്നത്? ഞാൻ കറുത്ത കൈ എന്ന മൂവിയിലെ പഞ്ചവർണ്ണ തത്ത പോലെ. ഓ, ഡാൻസ് ഒക്കെ ഉണ്ടോ? ഉറപ്പല്ലേ? കുറച്ച്. അതെ, ഉറപ്പായിട്ടുണ്ടാവും. പഞ്ചവർണ്ണ തത്ത പോലെ എനിക്കും ഭയങ്കര പ്രിയപ്പെട്ട പാട്ടാണ്. ബിക്കോസ് 100 years ഓഫ് ഇന്ത്യൻ സിനിമയ്ക്ക് വേണ്ടി ഞാനും ഈ പാട്ട് സ്റ്റേജിൽ കളിച്ചിട്ടുണ്ട്. സോ എന്തായാലും അപ്പോൾ വി ആർ ഓൾ വെയിറ്റിംഗ് ഫോർ ദ സോങ്. റെഡിയാണോ? റെഡി. നമ്മളൊക്കെ റെഡിയാണ്. പക്ഷേ നമ്മുടെ ഡാൻസേഴ്സ് എല്ലാവരും ഇവിടെ വന്നുകൊണ്ട് സെറ്റ് ആവണം. അതിന് നമുക്ക് ഒരു കൊച്ചു ബ്രേക്ക് കൊടുക്കാം. ഓക്കെ, സോ സൂപ്പർ സ്റ്റാർ ജൂനിയറിൽ കുട്ടി ബ്രേക്ക്.
ഓട്ട കണ്ണിട്ട് ഒളിച്ച് കളിക്കണോ മന കുയിലാണേ ഓട്ട കണ്ണിട്ട് ഒളിച്ച് കളിക്കണോ മന കുയിലാണേ നോട്ടമെറിഞ്ഞെന്റെ കൽബു കെട്ടിയ കോട്ട പൊളിക്കരുതേ ശരിക്കും പൊരിച്ചു. പഞ്ചവർണ്ണ തത്ത പോലെ കുഞ്ചി വന്ന പെണ്ണേ പഞ്ചസാര വാക്കുകൊണ്ടേ നെഞ്ചു തളരണ പൊന്നേ. अरे वाह क्या बात है. ഓ സൂപ്പർ. ഫോറിൻ കാറിൽ ഡോളർ നോട്ടും കൊണ്ട് മാടി വിളിച്ചാൽ കൂട്ടിനു വരുമോ നീ? കുട്ടിനെന്നെ കിട്ടില്ലല്ലോ ചേട്ടാ. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ പവർഡ് ബൈ നിറപറ. സോ കോമിക് റൗണ്ടിൽ ഋതിക കുട്ടി പാടാൻ പോകുന്നത് നമ്മുടെ ബാബുരാജ് മാഷിന്റെ പഞ്ചവർണ്ണ തത്ത പോലെ. ഓക്കെ, ഓൾ ദി Okay, ബെസ്റ്റ്. all the best. പൂക്കാത്ത മാവിന്റെ കായ്ക്കാത്ത കൊമ്പത്തെ കൽക്കണ്ട കനിയാണ് പെണ്ണ്. ആ പൂക്കാത്ത മാവിന്റെ കായ്ക്കാത്ത കൊമ്പത്തെ क्या बात है കൽക്കണ്ട കനിയാണ് പെണ്ണ്. ആ അരേ ബാബുവാ പഞ്ചവർണ്ണ തത്ത പോലെ കുഞ്ചി വന്ന പെണ്ണേ പഞ്ചസാര വാക്കുകൊണ്ട് നെഞ്ചു തളരണ പൊന്നേ പഞ്ചവർണ്ണ തത്ത പോലെ കുഞ്ചി വന്ന പെണ്ണേ പഞ്ചസാര വാക്കുകൊണ്ട് നെഞ്ചു തളരണ പൊന്നേ പഞ്ചസാര വാക്കുകൊണ്ട് നെഞ്ചു തളരണ പൊന്നേ പഞ്ചവർണ്ണ തത്ത പോലെ കുഞ്ചി വന്ന പെണ്ണേ പഞ്ചവർണ്ണ തത്ത പോലെ കുഞ്ചി വന്ന പെണ്ണേ. ഓട്ടക്കണ്ണിട്ട് ഒളിച്ച് കളിക്കണ ഓമന കുയിലാളെ 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 നോട്ടമെറിഞ്ഞെന്റെ കൽബു കെട്ടിയ കോട്ട പൊളിക്കരുതേ എന്റെ കോട്ട പൊളിക്കരുതേ നോട്ടമെറിഞ്ഞെന്റെ കൽബു കെട്ടിയ കോട്ട പൊളിക്കരുതേ എന്റെ കോട്ട പൊളിക്കരുതേ പഞ്ചവർണ്ണ തത്ത പോലെ കുഞ്ചി വന്ന പെണ്ണേ പഞ്ചസാര വാക്കുകൊണ്ട് നെഞ്ചു തളരണ പൊന്നേ പഞ്ചവർണ്ണ തത്ത പോലെ കുഞ്ചി വന്ന പെണ്ണേ ഓ കുഞ്ചി വന്ന പെണ്ണേ പഞ്ചസാര വാക്കുകൊണ്ട് നെഞ്ചു തളരണ പൊന്നേ പഞ്ചവർണ്ണ തത്ത പോലെ കുഞ്ചി വന്ന പെണ്ണേ.
അവളൊരു കുരുവിക്കുഞ്ഞിനെ പോലെ ഓ കൊല്ലാൻ പിടിച്ചാലും വളർത്താൻ പിടിച്ചാലും അവളൊരു കുരുവിക്കുഞ്ഞിനെ പോലെ ഭേഷ് ഭേഷ് കൊത്തിക്കീറണ നോട്ടമുടനെ കുലുങ്ങി കുലുങ്ങിയൊരോട്ടം കൊത്തിക്കീറണ നോട്ടമുടനെ കുലുങ്ങി കുലുങ്ങിയൊരോട്ടം കൊത്തിക്കീറണ നോട്ടമുടനെ കുലുങ്ങി കുലുങ്ങിയൊരോട്ടം പഞ്ചവർണ്ണ തത്ത പോലെ കുഞ്ചി വന്ന പെണ്ണെ പഞ്ചസാര വാക്കുകൊണ്ടേ നെഞ്ചു തളരണ പൊന്നെ പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണെ ഓ കൊഞ്ചി വന്ന പെണ്ണെ പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണെ പഞ്ചസാര വാക്കുകൊണ്ടേ നെഞ്ചു തളരണ പൊന്നെ പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണെ ഓ കൊഞ്ചി വന്ന പെണ്ണെ ഋതികക്കുട്ടി. അതെ അരെ വാ അതെ വാ എന്തായിരുന്നു ആ സംഗതികളൊക്കെ അതെ നല്ല രസമായിരുന്നു കേൾക്കാൻ ബാത്തേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ തകർത്തിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇനിയിപ്പോ കൂടുതലൊന്നും പറയാനില്ല. അതെ, ഒന്നും നമുക്ക് പറയാതെ like ജഡ്ജസിനോട് എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ യെസ് വിജയ് ചേട്ടാ സ്റ്റാർട്ട്. കമോൺ. ഞങ്ങൾക്കും കൂടുതലൊന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. പറയാനില്ല. ആ നിങ്ങൾ മാത്രം ഒന്നും പറയാണ്ടിരുന്നാൽ മതിയോ? ആഹാ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയൂ. ഞങ്ങളോ? ഞങ്ങൾ ഓൾറെഡി പറഞ്ഞില്ല. പറഞ്ഞു, അരെ വാ അടിപൊളി. ക്യാ ബാത്ത് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങളാണോ പറഞ്ഞത്? ആ ഞങ്ങൾ അവിടെ സൈഡിലിരുന്നത്? അല്ല ഞങ്ങൾ ഇപ്പൊ വന്ന് വീണ്ടും പറഞ്ഞു. ആ, എന്നാ ഞാനും പറയാം. അരെ വാ ക്യാ ബാത് ഹേ. താങ്ക് യു ചേട്ടാ. കുഴപ്പമില്ല അല്ലേ? നല്ലായിരുന്നല്ലേ ഞാൻ പറഞ്ഞത്? നല്ലായിരുന്നു. ഋതിക എന്തോ എന്തിനാ കണ്ണടച്ചൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഋതികയുടെ വക പുതിയൊരു സ്റ്റെപ്പ് ഇന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ആ, എന്താ അത്? ഓരോരുത്തരും ഓരോ സ്റ്റെപ്പ്. ഞാൻ ചോദിക്കാതിരിക്കുന്നു. മിമിക്രി കുറച്ച് ആൾക്കാരൊക്കെ ജഗതി ചേട്ടൻ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാറ്. എങ്ങനെ കാണിച്ചേ എന്ത്? വാ വാ. അപ്പൊ അങ്ങനെ ഓരോരുത്തരും ഓരോ സ്റ്റെപ്പും കൂടി ഇവിടെ Introduce ചെയ്യാണ്. അതെ. അതായത് രജത്തിന് പഠിച്ചെടുക്കാൻ പറ്റിയ സ്റ്റെപ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് രജിത്ത്. അത്രേ ഉള്ളൂ. അതെ. ഋതിക എന്തോ സൂപ്പർ താങ്ക് യു ചേട്ടാ. റിയലി. ഈ പാട്ട് രണ്ടുപേര് പാടിയിട്ടുള്ളതാണ്. അപ്പയും പിന്നെ ഐ തിങ്ക് കുമരു. ആ കറക്റ്റ്. അപ്പോൾ ഞാൻ ഇത് ഒരു പ്രാവശ്യം സ്റ്റേജിൽ പാടിയിട്ടുണ്ട് സുദീപേട്ടൻ്റെ കൂടെ. എവിടെയോ ഒരു കാലിക്കറ്റിൽ MJ ഒരു ഷോനോ കാലിക്കറ്റിൽ എവിടെയോ ആദ്യമായിട്ടാണ് ഞാൻ കണ്ടൊരു സ്റ്റേജിൽ പാടുന്നത്. സോ പക്ഷെ ആ പാട്ട് സോ വെരി ഡിഫിക്കൽട്ട്. എന്നാലും അത് ഒരാളായിട്ട് ഇവിടെ നിന്ന് എന്താണ് പാടിയതിന് ഹാറ്റ്സ് ഓഫ് ടു യു. ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. താങ്ക് യു ചേട്ടാ. താങ്ക് യു ചേട്ടാ. ഓൾ ദ ബെസ്റ്റ്. സൂപ്പർ. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി. ഋതിക എന്തോ ശരിക്കും പൊരിച്ചു. താങ്ക് യു. ഞാൻ ശരിക്കും ഒരു 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 ലെവൽ വരെ ഷോക്ക്ഡ് ആയി. കാരണം രണ്ടുപേര് ചേർന്ന് പാടണമായിട്ട് കുറുകുറു എന്ന് കുറേ സംഗതികൾ, ഇത്രയും സംഗതികൾ ഋതികയുടെ തൊണ്ടയിൽ പേശും എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. കാരണം കുറുകുറു ഒരുപാട് സംഗതികളാണ്. ആ ഓട്ടക്കണ്ണ് അതിൻ്റെ മുമ്പിലത്തെ മാത്രം റിഹേഴ്സലിന് പാടിയ പോലെ വന്നില്ല. ഒന്ന് കറക്റ്റായിട്ട് പാടിക്കേ. ഒന്നുകൂടെ റിലാക്സ്. അത് കൂടുതൽ ടൈറ്റ് ആവണ്ട. ജസ്റ്റ് ലീവ്. സാരല്ല റിഹേഴ്സൽ. That's okay. അത് അതെ. it's not, you can't make it 100%. It's അതെ. close enough. Close enough. അത് ഒരു പ്രാവശ്യം പറയേ. ഒരു ചെറിയ ബ്രിഡ്ജ് ഉണ്ട്. അതാണ് അത് ആദ്യം തന്നെ ഫാസ്റ്റ് ആയിട്ട് എടുത്തോണ്ടാണ് അത്. മോളെ ശരിക്കും എന്താ പറയണേ, ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഋതിക കയറി.
ഐ എം സോ ഹാപ്പി. താങ്ക് യു ആൻറ്റി. താങ്ക് യു ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ. ചക്കര സൂപ്പർ ആയിട്ടാ, താങ്ക് യു ചേട്ടാ. നല്ല. ഞാൻ ഈ പാട്ട് കുറേ ദാസൻ്റെ റെക്കോർഡിങ് ഇതിൻ്റെ ഒറിജിനൽ കേട്ടിട്ടുണ്ട്. കാരണം ബാബുരാജ് മാസ്റ്ററുടെ പാട്ട് ഭയങ്കര ഫാനാണ് ഞാൻ. അപ്പോൾ അതിൽ ഈ ആ ഗ്രൂപ്പിൻ്റെയും എഫക്റ്റൊക്കെ, ഗ്രൂപ്പ് ഓൾറെഡി വന്നു, പക്ഷേ 2 പാടുന്ന പേരുടെ ഇമ്പാക്റ്റ് നീ ശരിക്കും ഒരാൾ കൊണ്ട് ഉണ്ടാക്കണത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. യു മേഡ് ഇറ്റ് സൂപ്പർ. അപ്പം അങ്ങനെയുള്ള കൊലകൊമ്പൻ പാട്ടുകളായിട്ട് ഇനിയും വായോ നമ്മളെ പേടിപ്പിക്കാൻ. ഓക്കെ, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഇതിൽ സ്റ്റീഫൻ പറഞ്ഞ പോലെ ഒരു പുസ്തകം കണ്ടില്ല അല്ലേ? ഒരു കുറച്ചൊരു അബാൻഡൺ ഒരു തനിമ വരാൻ തുടങ്ങി ചെറുതായിട്ട്. ഒരു ഫുൾ ഇത് വന്നില്ല, നിന്റെ ഫുൾ ബുക്ക് കോപ്പി ചെയ്തില്ല നീ. എന്തോ ഒരു സംതിങ് ഇസ് ദയർ. തുടങ്ങട്ടെ. പിന്നെ എന്തായാലും ഒരു കാര്യം കൂടി, എന്തായാലും പഞ്ചവർണ്ണ തത്തയുടെ പല വേർഷൻസ് നമ്മൾ വിഷ്വലി കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യം എനിക്ക് സജ്നേച്ചി ആൻഡ് ടീം ദേ ഹാവ് ഡൺ എ വെരി ഡിഫറെന്റ് അപ്രോച്ച് ടു ദി സോങ്. താങ്ക് യു സോ മച്ച്. സസ്പെൻസ് എലമെന്റ് ഒക്കെ കൊണ്ട്. അതെ, സസ്പെൻസ് എലമെന്റ് കൊണ്ടുവന്ന്. അപ്പൊ എന്തായാലും അതിലും പിന്നെ നമ്മുടെ ഹാർമോണിയം ചേട്ടൻ പൊരിജു നല്ല രസമായിട്ട് കളിച്ചു. പിന്നെ നമ്മുടെ തബല പുലികളും രസമായിട്ടുണ്ടായിരുന്നേ. ഡാൻസ്, ഓർക്കസ്ട്ര, പാട്ട് എല്ലാം കൂടി തകർത്ത ഈ പെർഫോമൻസിന് അതെ നമുക്ക് എന്തായിരിക്കും മാർക്സ് നമുക്ക് അറിയാം. ചേട്ടാ. പഞ്ചവർണ്ണ തത്ത പോലെ കുഞ്ചി വന്ന പിന്നെ പഞ്ചസാര. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി. പഞ്ചവർണ്ണ തത്ത പോലെ കുഞ്ചി വന്ന പിന്നെ പഞ്ചസാര. താങ്ക് യു ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ. പഞ്ചസാര പോക്കുകൊണ്ടിൻ നെഞ്ച് തളരണ പൊന്നേ പഞ്ചവർണ്ണ തത്ത പോലെ. അടിപൊളി മാർക്കല്ലേ? അപ്പൊ ഈ ഒരു തകർപ്പൻ പെർഫോമൻസ് നമുക്ക് ഒരു റിവ്യൂ കൂടി ചോദിച്ചോക്കാം. യെസ്. അന്നക്കുട്ടി എന്തോ എങ്ങനെയുണ്ടായിരുന്നു ഋതിക് കുട്ടിയുടെ പാട്ട്? എനിക്ക് ചേച്ചിയുടെ പാട്ട് ഒത്തിരി ഇഷ്ടമായി. അച്ചോടാ. യെസ്. സോ എന്തായാലും ഋതിക് കുട്ടി ഞങ്ങൾ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അതെ, ഉദ്ദേശിക്കുന്നില്ല. ബിക്കോസ് നമ്മുടെ ഫേവറേറ്റ് സെഗ്മെന്റ് ഉണ്ട്, ടോപ്പ് സ്കോറർ. അതാരാണ്? ഞാനാണ്. ഋതിക് കുട്ടി വിത്ത് 27 മാർക്സ്. യെസ്. അങ്ങനെ 27 മാർക്ക് നേടിയ ഞാൻ വേഗം പോയി അവിടെ നിന്ന് തത്ത പോലെ കുഞ്ചി വന്ന പിന്നെ പഞ്ചസാര വാക്കുകൊണ്ട് നെഞ്ച് തളരണു പൊന്നേ പഞ്ചവർണ്ണ തത്ത പോലെ കുഞ്ചി വന്ന പിന്നെ പഞ്ചസാര വാക്കുകൊണ്ട് നെഞ്ച് തളരണു പൊന്നേ. സോ നമ്മുടെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അപ്പൊ നമുക്ക് ഇനി ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആവാം. അതെ അല്ലേ? അതിന് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിനെ വിളിക്കണം. കൂടെ കുട്ടി ഓടി വരൂ. അന്നക്കുട്ടീനെ ഇങ്ങനെ ഓടി വരൂ. ഒപ്പം നമ്മുടെ ഇവിടുത്തെ ഏറ്റവും ചെറിയ ബേബി ടീം ലീഡർ ബേബി ഒക്കെ ആയിട്ടുള്ള ശ്രീനന്ദ ഇവിടെ. അപ്പൊ ഇവരെ ഡാൻസ് പെർഫോമൻസിന് മുമ്പായിട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം, സൂപ്പർ സ്റ്റാറിന്റെ ഓഡീഷനിൽ വന്ന എല്ലാ കുട്ടികളും ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അന്നക്കുട്ടി ഇവിടെ വന്ന പോലെ ഒരു കോൾ പ്രതീക്ഷിക്കാം. യെസ്, ഏത് സമയത്തും ഈ ജൂനിയർ സ്റ്റേജിലൂടെ വന്ന് നമ്മുടെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ക്ഷണം എത്രയും പെട്ടെന്ന് ഉണ്ടാവുന്നതായിരിക്കും. സോ റൈറ്റ് നൗ വി ആർ വൈൻഡിങ് അപ്പ് വിത്ത് ദ സ്പെഷ്യൽ പെർഫോമൻസ്. റെഡി അല്ലേ? ഓക്കേ. പാട്ട് വരട്ടെ. പുലി റെഡിയായി. കരളേ കരളിന്റെ കരളേ എന്നോടൊന്നു ചിരിക്കൂ കിളിയേ മാനസ കിളിയേ വെറുതെ നിന്നു കിടുങ്ങാതെ. ഞാനില്ല നിന്നോട് കൂടാൻ ഞാനില്ല നിൻ കേൾക്കാൻ. അങ്ങനെ നീ കലമ്പാതടി അങ്ങനെ നമ്മുടെ ബാക്കി എല്ലാ പുലികളും സ്നേഹിതനാണു നീ. കരളേ കരളിന്റെ കരളേ എന്നോടൊന്നു ചിരിക്കൂ പിള്ളേരെ കവർ ചെയ്യല്ലേ. മാനസ കിളിയെ വെറുതെ നിന്നു കിടുങ്ങാതെ.
ഹലോ നിങ്ങൾ എൻ്റെ ഇപ്പുറത്ത് വരൂ. ദേ, ഇങ്ങോട്ട് പോ. Ready, dance, ready, 1, 2, 3, 4. ഫോറിൻ കാറിൽ ഡോളർ നോട്ടും കൊണ്ട് മാടി വിളിച്ചാൽ കൂട്ടിനു വരുമോ നീ? കുട്ടിനെന്ന് കിട്ടില്ലല്ലോ ചേട്ടാ എന്റെ കരളിന്റെ വാതിൽ തുറക്കാതെ. ഫോറിൻ കാറിൽ ഡോളർ നോട്ടും കൊണ്ട് മാടി വിളിച്ചാൽ കൂട്ടിനു വരുമോ നീ? കുട്ടിനെന്ന് കിട്ടില്ലല്ലോ ചേട്ടാ എന്റെ കരളിന്റെ വാതിൽ തുറക്കാതെ. അരുതേ പറയരുതേ എന്റെ സ്നേഹിതയാണു നീ. ഞാനില്ല നിന്നോട് കൂടാൻ, ഞാനില്ല നിൻ വിളി കേൾക്കാൻ. അങ്ങനെ നീ കലമ്പാതടി കുറുമ്പി എന്റെ സ്നേഹിതയാണു നീ. കരളേ കരളിന്റെ കരളെ എന്നോടൊന്നു ചിരിക്കൂ. കിളിയേ മാനസ കിളിയേ വെറുതെ നിന്നു കിണുങ്ങാതെ. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിൾ സോങ് ആണെന്നൊക്കെ തോന്നും, പക്ഷേ അത് യു ഹാൻഡിൽ ഇറ്റ് വെരി വെൽ. പൂനുള്ളി കൈവിരൽ കുഴഞ്ഞല്ലോ പൂക്കാരി മലരിനിയാർക്കു വേണ്ടി. മോളെ സ്ലീപ്പ് പാടിയ മോളെ. Raro raro nasi bakasi yagi rajesi singu pulseste tapulesi pode pode popo tapulesi pode pode ക്രിസ്റ്റി, എല്ലാം കൂടെ നല്ലൊരു ഓളം ഉണ്ടായിരുന്നു കേട്ടാ. gogo godi dema poperla pilladiki burgerla nachustunnave kalo pachustunnave arre kotta film trailer la. ഇപ്പൊ ഞാൻ എപ്പോഴും പറയും എല്ലാ പാട്ട് പാടുമ്പോഴും അർത്ഥം മനസ്സിലാക്കി പാടണം. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താ? നിന്റെ സോങ് സെലക്ഷൻ സൂപ്പർ. സപ്തസ്വരങ്ങളെ സംഗീത സരസിലെ ശബ്ദമരാളങ്ങളെ സാക്ഷാൽ നാദ ബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും. ഭംഗിയായിട്ട് പാടി, amazing. നല്ലായിരുന്നു. ഈ പാട്ടിൽ വന്ന പോലെ തന്നെ സ്വർലോക ഗംഗയിൽ മുങ്ങി ഞങ്ങളെല്ലാവരും. തനിവനൊരു രാജമന്ദിരം തീർത്തു രാഗസുധാരസത്താൽ വിരുന്നു നൽകി. 1000 ഗാനങ്ങൾ തൻ ആനന്ദലഹരിയിൽ ഞാനലിഞ്ഞപ്പോൾ അനശ്വരനായി. Sujata Sarees, designed by Style Sarees, Spencer Junction, Palayam, Trivandrum.